നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകൾ, അതുമായി ഉയർന്നു വന്ന ചർച്ചകൾ, ഇതെല്ലാം തന്നെ ആ വിഷയത്തെ ഇപ്പോഴും വാർത്തയിൽ സജീവമാക്കി തന്നെ നിലനിർത്തുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഇതുവരെയുള്ള വാർത്തകൾ പരിശോധിച്ചാൽ ഇങ്ങനെയൊരു സംഗമം നടത്തിയതിന് പിന്നിൽ ദേവസ്വം ബോർഡിൽ നിന്നും ചില കോടികൾ തട്ടിയെടുക്കാനുള്ള ഒരു ചെറിയൊരു അടവ് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ദേവസ്വം ബോർഡ് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷവും വിലയിരുത്തിയത് 4.99 കോടി രൂപയാകുമെന്നാണ്. അതായത് 4,99,00,000 ചെലവുകൾ വന്നു എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്ക്. പക്ഷേ ആ പരിപാടിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി ദേവസ്വം ബോർഡിന് ഇത്രയും വലിയ പരിപാടിയൊന്നും നടത്തി പരിചയമില്ല എന്ന ഒരു മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ ആഗോള സംഗമത്തിൻ്റെ നടത്തിപ്പ് അവകാശം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി ആകട്ടെ കൊടുത്ത ബില്ല് 8,22,00,000 രൂപയുടേതാണ്. അത് തരാനാകില്ല എന്ന് ദേവസ്വം ബോർഡ് നിലപാടെടുക്കുന്നു. ബില്ലുകളുമായി എത്താൻ ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. അങ്ങനെ ബില്ലുകളുമായി എത്തുന്നു. പക്ഷേ ബില്ലുകൾ പരിശോധിച്ചിട്ടും അതിൽ യാതൊന്നും ദേവസ്വം ബോർഡിന് തൃപ്തി വരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 4,99,00,000 രൂപ എടുത്തുകൊണ്ട് പോകാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം എന്ന് ദേവസ്വം ബോർഡ് നിലപാടെടുക്കുന്നു. കാരണം ദേവസ്വം ബോർഡിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നും ഒരു തുക പോലും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ധനലക്ഷ്മി ബാങ്ക് 2 കോടി രൂപ സ്പോൺസർ ചെയ്യുന്നു, കേരള ബാങ്ക് 1 കോടി രൂപ സ്പോൺസർ ചെയ്യുന്നു, അദാനി 1 കോടി രൂപ സ്പോൺസർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് മുഴുവനും കിട്ടിയാൽ പോലും ബാക്കി 99,00,000 രൂപ ദേവസ്വം ബോർഡ് കണ്ടെത്തേണ്ടെന്ന ഒരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്നും ദേവസ്വം ബോർഡ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരു പൈസ പോലും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡ് നിലപാടെടുക്കുന്നു, ഈ പറയുന്ന 4,99,00,000 രൂപ മാത്രമേ ഞങ്ങളുടെ കണക്കിലുള്ളൂ, അത് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഏതൊരു കമ്പനി ആയാലും കോടതിയിൽ പോകേണ്ടതാണ്. കാരണം ഭീമമായ നഷ്ടമാണ് അവർക്കുണ്ടായത്. ചെലവാക്കിയ തുകയുടെ 50% പോലും ബില്ല് മാറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണ് സഹിക്കുക? അവരെന്തായാലും കോടതിയിൽ പോകും. പക്ഷേ ഇവിടെ ഊരാളുങ്കൽ സൊസൈറ്റി കോടതിയിൽ പോകുന്നതിനെ കുറിച്ച് നമ്മളൊന്നും കേൾക്കുന്നില്ല. അവർ പോവുകയുമില്ല. അതിന് കാരണമുണ്ട്. വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണിത്. അതായത് ഊരാളുങ്കൽ സൊസൈറ്റി 25 കോടി രൂപയുടെ പണി ചെയ്തിട്ട് 50-75 കോടി രൂപയുടെ ബില്ല് സർക്കാരിന് കൊടുക്കും. സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റി നല്ല സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞ് ഈ കൊടുത്ത കണക്കിൻ്റെ മുഴുവൻ തുകയും കൊടുക്കും. അങ്ങനെ കൊടുത്തതിന് ശേഷം മിച്ചം ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കയ്യിൽ വരുന്ന തുകയുടെ നല്ലൊരു ശതമാനം കമ്മീഷൻ ബന്ധപ്പെടേണ്ട ആളുകളുടെ അടുത്തൊക്കെ എത്തുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പല പണികളും ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് മാത്രം വരുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ഊരാളുങ്കൽ സൊസൈറ്റി ഇതിനെ ചെറിയ തുകയ്ക്ക് സബ് കോൺട്രാക്റ്റ് നൽകുകയും ബാക്കി തുക ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റുകയും ചെയ്യും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടുവരുന്നത്. 10 വർഷമായി ഖജനാവ് കാലിയാക്കാൻ ചില ആളുകൾ ഉപയോഗിക്കുന്ന ഉപകരണം മാത്രമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. പോകുന്ന പോക്കിൽ ദേവസ്വം ബോർഡിൽ നിന്നും കുറച്ച് കോടികൾ അടിച്ചു മാറ്റാം എന്ന ഒരു തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ ആഗോള അയ്യപ്പ സംഗമം നടന്നത്. അതുകൊണ്ടാണ് ആ പ്ലാനുകളെല്ലാം ഇങ്ങനെ നടന്നുപോയി. പക്ഷേ ഈ പദ്ധതി ഖജനാവിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റാനുള്ള ഊരാളുങ്കലിൻ്റെയും ഊരാളുങ്കലിൻ്റെ യജമാനന്മാരായിരിക്കുന്ന ചില അദൃശ്യന്മാരുടെയും പദ്ധതി അയ്യപ്പൻ്റെ അടുത്ത് മാത്രം നടന്നില്ല. അയ്യപ്പൻ അവിടെ കൃത്യമായി ഇടപെടുന്നുണ്ട്. അയ്യപ്പൻ വിഷയം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു, ദേവസ്വം ബോർഡ് ഈ പരിപാടിയൊക്കെ നടത്തിക്കോ, പക്ഷേ നിങ്ങളുടെ ഫണ്ടിൽ നിന്നും ഒരു പൈസ എടുക്കാൻ പാടില്ല. സ്പോൺസർ ആണെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ പിന്നെ സ്പോൺസർഷിപ്പായിട്ട് നടന്നോട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ 8,22,00,000 ബില്ല് മാറിക്കൊടുക്കാത്തത്. ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഒരു വിവാദവും നടന്നില്ല എങ്കിൽ, ആഗോള അയ്യപ്പ സംഗമം പിണറായിയുടെ മനസ്സ് മാറിയതുകൊണ്ടാണ് നടന്നത് എന്ന് കൈയടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ NSSും SNDPയും ഒക്കെ കൈയടിച്ചതുപോലെ ഈ കേരളത്തിലെ ഹിന്ദു സമൂഹം കൈയടിച്ചിരുന്നുവെങ്കിൽ, ഇവിടെ ഒരു വിവാദവും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഇവിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഈ ഊരാളുങ്കൽ സൊസൈറ്റി ഈ പറയുന്ന 8,22,00,000 രൂപയുടെ ബില്ല് സമർപ്പിക്കും. ദേവസ്വം ബോർഡ് തങ്ങളുടെ കയ്യിലുള്ള 4 കോടി പ്ലസ് അവരുടെ പൈസ, അല്ലെങ്കിൽ അവരുടെ സഞ്ചിത നിധി, അതായത് കേരളത്തിലെ ഭക്തന്മാരായ ഹിന്ദുക്കളുടെ കാണിക്ക, അതിൽ നിന്നും ബാക്കി വരുന്ന 4 കോടി കൂടി അടിച്ചു മാറ്റി ഈ ഊരാളുങ്കലിനെ ഒരു വശത്തുകൂടി ഏൽപ്പിക്കുകയും മറുവശത്തുകൂടി അത് മറ്റു പല കീശകളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ അയ്യപ്പൻ്റെ ഇടപെടൽ ഹൈക്കോടതിയുടെ രൂപത്തിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ദേവസ്വം ബോർഡിൽ നിന്നുള്ള പണം അടിച്ചു മാറ്റാൻ സാധിക്കാത്തത്. വിവാദങ്ങൾ സത്യത്തിൽ കറ നല്ലതാണ് എന്ന് പറയുന്നത് പോലെ അനുഗ്രഹമായി മാറുകയായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society.
HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.